ഹായ് ഓൾ, എൻ്റെ പേര് സുധീഷ് ബാബു. ഞാൻ മാത്സാണ് പഠിക്കുന്നത്, +2. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ് എടുത്തായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് രണ്ടും നിങ്ങൾ പഠിച്ചാണ്, 1ഉം 2ഉം ഒക്കെ എളുപ്പത്തിൽ പഠിച്ചാണ്. 3ാമത്തെ ചാപ്റ്റർ മെട്രിക്സ് വളരെ എളുപ്പമാണ്. അത് നമുക്ക് ഫുൾ മാർക്കും അതിനകത്ത് സ്കോർ ചെയ്യാം. ചില മറ്റേ ചാപ്റ്റേഴ്സ് ഇത്തിരി ഒരു മാർക്സ് പോയാലും ഇത് വെച്ചത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാം. കാരണം അത് വളരെ എളുപ്പമായ ഒരു ചാപ്റ്ററാണ് 3ാമത്തേത്. വളരെ എളുപ്പത്തിൽ സന്തോഷത്തിൽ പഠിക്കാം. അപ്പോൾ ഞാൻ മെട്രിക്സിനെ പറ്റിയൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഡെപ്തിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. ഒരു അടുത്ത 2 ക്ലാസ് കൊണ്ടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെട്രിക്സ് എന്താണെന്ന് തുടങ്ങി വയ്ക്കാം. മെട്രിക്സ് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു രാഹുൽ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു സ്റ്റുഡൻറ്റ്, പിന്നെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ്. രാഹുലിൻ്റെ നോട്ട് ബുക്ക് എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. അഭിജിത്തിൻ്റെ കയ്യിൽ എന്താണ്? ഒരു 5 എണ്ണം ഉണ്ട്. പെൻ എത്രയുണ്ട് രാഹുലിൻ്റെ കയ്യിൽ? പെൻ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങേരുടെ കയ്യിൽ പെൻ ഒരു 5 എണ്ണം ഉണ്ട്. അഭിജിത്തിൻ്റെ കയ്യിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു റെക്റ്റാങ്കുലർ അറേയിലേക്ക് ആക്കി ഈ റെക്റ്റാങ്കുലർ അറേയിലുള്ള നമ്പേഴ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അതിന് റോസായിട്ട് ഇതിനെ R1 എന്ന് കൊടുക്കാം, ഇതിനെ R2 എന്ന് കൊടുക്കാം. ഈ റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിനെയാണ്, അതായത് ഇതിങ്ങനെ പോയേക്കുന്ന ലൈനിനെയും സെക്കൻഡ് ഇത്. അതുകൊണ്ട് ഇതിനെ R1 എന്ന് പറയും, ഇതിനെ R2 എന്ന് പറയും. ശരിയല്ലേ? ഈ ഇങ്ങനെ പോയിട്ടുള്ളതിന്, ലംബമായി പോയിട്ടുള്ളതിന് 2 എണ്ണം ഉണ്ട്. അതിന് നമുക്ക് കോളം 1 എന്നും കോളം 2 എന്നും പറയാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമുക്ക് റോസ് ആയിട്ട് എടുക്കാം. ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ, ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ R1 ആയിട്ട് എടുത്തു, ഇതിനെ R2 ആയിട്ട് എടുത്തു. ഈ വെർട്ടിക്കൽ ലൈനിന് നമ്മൾ കോളം ആയിട്ട് എടുത്തു. കാരണം അതിൻ്റെ സിമ്പിൾ മനസ്സിലാക്കാനുള്ള എളുപ്പം. ഇപ്പോൾ മെട്രിക്സിന് നമുക്ക് ഒരു ഡെഫിനേഷൻ പറഞ്ഞാലോ? മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ, മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ ഇത്രേ ഉള്ളൂ. മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഈ റോസ് എന്തായിരുന്നെന്നും കോളം എന്തായിരുന്നെന്നും ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ? എന്താ? മെട്രിക്സ് ഈസ് എന്ന് എഴുതിയെടുക്കണം. മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് റെക്റ്റാങ്കുലർ അറേ. നമുക്ക് 1 2 3 8 9 ഒരു സൈൻ എക്സ് കൊടുക്കാം. അപ്പോൾ ഫങ്ഷൻസും വന്നു. റാഷണൽ നമ്പേഴ്സ് ഇടാം, ഇറേഷണൽ നമ്പേഴ്സ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ √2 3 4 ഇത് കോസൻസ് എന്ന് കൊടുക്കും. അപ്പം നമ്മളിത് ഒന്ന് റോസ് ആൻഡ് കോളംസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് ഏതൊക്കെയാണ് റോ ഹൊറിസോണ്ടൽ ലൈൻ ഏതൊക്കെ? എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒന്ന് ഇത് R1, ഇതെന്താ R2, ഇതെന്താ R3. കോളം ഏതൊക്കെയായിരിക്കും? വെർട്ടിക്കൽ ലൈനിലുള്ളതാണ് കോളം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട്. അപ്പോൾ വെർട്ടിക്കൽ ലൈനിലുള്ള ഏതൊക്കെയാണ്? ഇത് കോളം 1 അല്ലേ? കോളം 1, ഇത് കോളം 2, ഇത് കോളം 3. മനസ്സിലായില്ലേ? വളരെ കാണുമ്പോൾ ഒരു ഇതുപോലെ തോന്നുമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. ഹൊറിസോണ്ടൽ R1 ലൈനിലുള്ള ഇത് ഫസ്റ്റ് R1 R2 R3 ഇത് ഇങ്ങനെ എടുത്തേക്കണം. കോളമായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കൂലേ? C1 C2 C3 അതായത് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ഈസ് കോൾഡ് എ മെട്രിക്സ്. കിട്ടിയല്ല? ഇനി നമുക്ക് ഓർഡർ നോക്കാം. എന്താണ് ഓർഡർ? ഇപ്പോൾ ഈ 2x2 മെട്രിക്സ് എന്താണ്? 3x3 മെട്രിക്സ് എന്താണ്? 3x4 മെട്രിക്സ് എന്താണ്? 4x4 മെട്രിക്സ് എന്താണ്? എന്തൊക്കെ നോക്കാം അല്ലേ? 2x2 മെട്രിക്സ് എന്താണ്? 2x3 മെട്രിക്സ് എന്താണ്? 3x4 മെട്രിക്സ് എന്താണ്? 3x3 മെട്രിക്സ് എന്താണ് നോക്കാം. ശരി, ഇപ്പം നമ്മളിവിടെ 1 2 4 5 ഇതിന് എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്?
2 റോ, സിമ്പിളായിട്ട് മനസ്സിലാവില്ല, 2 റോ 2 കോളം. അപ്പോൾ ഇതെന്ത് മെട്രിക്സ് ആയിരിക്കും? 2/2. ഇങ്ങനെ എഴുതണം. എഴുതുമ്പോൾ 2 × 2 എന്ന് പോലെ തോന്നും, പക്ഷെ വായിക്കുമ്പോൾ 2/2 എന്നാണ് വായിക്കേണ്ടത്. ഇറ്റ്സ് എ 2/2 മെട്രിക്സ്. ഇതിൻ്റെ താഴെ എഴുതിയാൽ മതി. ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ എഴുതുക 2/2 മെട്രിക്സ്. ഇത് എഴുതിയിട്ട് താഴെ ആൻസർ ഷീറ്റിൽ എഴുതിയത് 2/2 ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഓർഡർ ഒരു മെട്രിക്സിന് അവരെപ്പോഴും കൊടുക്കും ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോറ്റ് ചെയ്യുന്നത്. A = 1 2 4 5 ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയും എഴുതാം. ഓർഡർ A = 2/2 മെട്രിക്സ്. അല്ലെങ്കിൽ അത് തന്നെ എഴുതി വെച്ചിട്ട് ഈ സഫിക്സിലായിട്ട് 2/2 എന്ന് കൊടുത്താലും മതി. ഓർഡർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊന്നും എഴുതാം. ഒരു ബി എഴുതിയാല. ബി ഇതിൻ്റെ നോക്ക് 1 2 3 4 5 6. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിന് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്ന് പറയാം. പറയൂ, എത്ര കോളം ഉണ്ട്? 1 2 റോ. എത്ര കോളം ഉണ്ട്? ഒരു റോ, ഒരു കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം. അപ്പം അതിൻ്റെ സവിസിൽ എന്ത് എഴുതണം? 2/3. അതായത് ആദ്യം എഴുതേണ്ട റോയുടെ എണ്ണമാണ്. റോ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 1 2. ഈ ഹൊറിസോണ്ടൽ ലൈൻ, ഈ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പം 2 വെർട്ടിക്കൽ ലൈൻ, 3 വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ 2/3 മെട്രിക്സ്. അപ്പോൾ ഓർഡർ ബി ഇങ്ങനെ എഴുതുക, 2/3 മെട്രിക്സ്. ശരി, ഇനി സി ആയിട്ട് എടുക്കുക. സി. അപ്പോൾ നമുക്കൊനി ഒരു കൺസ്ട്രക്ട് ചെയ്താൽ നമുക്കൊരു 3/3 മെട്രിക്സ് എങ്ങനെയായിരിക്കും നോക്കാം. സി 3/3. ഇതിനകത്ത് എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് പറയാമോ? 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്, ശരിയല്ലേ? എത്ര? 3 2 3. വെർട്ടിക്കൽ ലൈനിൽ 1 2 3. അതെ, R1 R2 R3 C1 C2 C3 അല്ലേ? ഇപ്പം എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്? എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്? 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സവിസിൽ എന്താ എഴുതേണ്ടത്? 3/3 മെട്രിക്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ സി കൊടുക്കേണ്ടത് ഇങ്ങനെ എഴുതുക. ഓർഡർ സി. ഇതാണ് O എന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓർഡറിനെയാണ്. ഓർഡർ ഈ ക്യാപിറ്റൽ ലെറ്റർ സി കൊടുത്തു, ഒരു മെട്രിക്സ് തന്നു. അത് നമ്മൾ എഴുതുന്നു ഓർഡർ സി = 3/3 മെട്രിക്സ്. ഓക്കെ, അങ്ങനെ എഴുതിയാലും മതി. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതായത് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് അത് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ A B 1 2. ഇതിനകത്ത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണത്? ഓർഡർ ഡിനോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ എലമെൻ്റ് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ A1. കോളം ഏതാ? ഫസ്റ്റ് കോളം. അപ്പോൾ എന്താ? A11. അതേതാ? A. ശരി, അപ്പോൾ ബി എന്തായിരിക്കും? ഈ ബി എന്ത് ആയിരിക്കും? ഇത് ഫസ്റ്റ് റോയിൽ തന്നെ ഒരു അംഗമല്ലേ ബി? ശരി, ഫസ്റ്റ് റോ. ഇത് കോളം എത്രാമത്തേണത്? 1 2. രണ്ടാമത്തെ കോളത്തിലല്ലേ ഇത് കിടക്കണത്? ഇതിനെന്തുണ്ട്? ഡിനോട്ട് ബി അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ 1 എന്തായിരിക്കും? ഏത് റോയാണിത്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പോൾ ഇത് സെക്കൻഡ് റോ അല്ലേ? സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ എപ്പോഴും കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ സഫിക്സിൽ ആദ്യം കൊടുക്കുന്ന റോ, സെക്കൻഡ് കൊടുക്കുന്നത് കോളത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് കോളം അല്ലേ ഇത്? കോളം നോക്കി, ഫസ്റ്റ് കോളം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? A2 ആണ്. അതെന്താ? 1. ശരി, എന്നാൽ ഒന്ന് പറ, ഈ 2 എന്താണെന്ന് പറയാമോ? സ്വാഭാവികമായിട്ടും A ഫസ്റ്റ് സെക്കൻഡ് റോ
സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, അതുകൊണ്ട് ഇത് 2. നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നോക്കാം. ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഒരു ഇത് മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോം ഞാൻ പറഞ്ഞുതരാം. കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. കൺസ്ട്രക്റ്റ്, ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യനാണ്. കൺസ്ട്രക്റ്റ് എ 2 by 3 മെട്രിക്സ് Aij is equal to I plus j ഫോമിൽ ഉള്ള ഫോമിൽ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് 2 by 3 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ Aij is equal to A plus I plus j ഫോമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 by 3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? 2 റോ 3 കോളം. അപ്പോൾ A11 A12 A13. അപ്പോൾ എത്ര ഒരു റോയായി? 3 കോളം. താഴോട്ട് എഴുതി കഴിഞ്ഞാൽ 3 കോളം ആവില്ലേ? അപ്പോൾ ഇത് 2 by 3. അപ്പോൾ A21 A22 A23. അപ്പോൾ എത്ര റോ ഉണ്ട്? പറയും. എത്ര റോ ഉണ്ട്? 2 റോ. ശരിയല്ലേ? 2 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. 2 റോ 3 കോളം അല്ലേ? 2 റോ ഉണ്ട്, 3 കോളം. അപ്പോൾ എന്തായി? 2 by 3 മെട്രിക്സ് ആയി. 2 by 3 മെട്രിക്സ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ്, ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻറ്റ്, അങ്ങനെ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ? ഇങ്ങനെ ഇരിക്കും ഒരു 2 by 3 മെട്രിക്സ്. ഉറപ്പല്ലേ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് കൺസ്ട്രക്ട് 2 by മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഇൻ ദ ഫോം ഓഫ് Aij ഈസ് ഈക്വൽ ടു I plus j ഫോം അല്ലേ? ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ I എന്തായിരിക്കും? ഐനെ നമ്മൾ റോയുടെ ഇതായിട്ട് കൺസിഡർ ചെയ്യണം, ജെയുടെ കോളത്തിൻ്റെ ഇതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും? A11 ആദ്യം കണ്ടുപിടിക്കണം. A11 കണ്ടുപിടിക്കണം I plus j. ഞാൻ പറഞ്ഞല്ലേ, A11 എന്ന് പറയുമ്പോൾ ഐയുടെ സ്ഥാനത്ത് റോയുടെ നമ്പറും കൊടുക്കണം, ജെയുടെ സ്ഥാനത്ത് കോളത്തിൻ്റെ ഇതും കൊടുക്കണം. Aij is equal to I plus j. അപ്പോൾ ഇതിനകത്ത് I എന്താണ്? ഇത് A11 സഫിക്സിൽ റോ 1 കോളം 1. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 1 ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും? A11 എന്തായിരിക്കും? I plus j 1 plus 1 2. A12 കൊടുക്കുകയാണെങ്കിൽ 1 2 3. ശരിയല്ലേ? I plus j 1 plus 2 3. A13 എന്തായിരിക്കും? 1 plus 3 4. ശരി. അപ്പോൾ നമുക്ക് ആദ്യത്തെ റോയിലെ 3 കോളത്തിലെ എലമെൻറ്റ് റോയും കോളം 3 ഉള്ളതും കിട്ടി. നമുക്ക് 2 റോയെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താണ്? 2 by 3 മെട്രിക്സ് ആണ്. 2 റോ 3 കോളം. ശരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? A21 കണ്ടുപിടിക്കണം, A22 കണ്ടുപിടിക്കണം, A23 കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇതിനകത്ത് നോക്കുമ്പോൾ റോയിലെ സ്ഥാനത്ത് എന്താണ് കൊടുക്കുന്നത്? 2 കൊടുക്കണം, ജെയുടെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ I plus j 2 plus 1 എന്ന് പറയുന്നത് 3. 2 plus 2 2 2 plus 2 4 2 plus 3 5. അപ്പോൾ നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മളെ ഫോം എന്തായിരുന്നു? ഇവിടെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. A11 A12 A13 A21 A22 A23 അല്ലേ? അതങ്ങോട്ട് എടുത്തെഴുതി വെച്ചാൽ പോരെ. ഇവിടെ കൊണ്ടൊന്നും നിർത്തരുത്, അത് എടുത്തെഴുതണം. ആ ഒരു ചടങ്ങും കൂടിയുണ്ട്. A11 എന്താ? 2. A12 എന്താ? 3. A13 എന്താ? 4. A21 എന്താ? 3. A22 എന്താ? 4. A23 എന്താ? 5. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അത് നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് എപ്പോഴും മെട്രിക്സ് ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ A കൊടുത്തു. A കൊടുത്തപ്പോൾ എന്ത്? 2 3 4 3 4. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയില്ലേ? ഒരു മെട്രിക്സ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? നമുക്കൊരു കാര്യം ചെയ്യാം. I plus
ഇതിന് ഒന്ന് മാറ്റാം. ഐ പ്ലസ് ജെ എന്നുള്ളത് ഐ പ്ലസ് ജെ എന്നുള്ളത് ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്നുള്ള ഫോമിലേക്ക് ആക്കും. ഒരു 2/3 മെട്രിക്സ് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജെ ഇസിക്കൽ ടു ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2. നമുക്ക് നേരത്തെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 2/3 മെട്രിക്സ് എന്തൊക്കെ ഉണ്ടാവുന്നു, എലമെൻറ്റ്സ് എത്ര ഉണ്ടാകും എന്നൊക്കെ. A11, A12, A13, A21, A22, A23 ഇത്രയല്ലേ ഉള്ളൂ. അതിന് A11 ഇനി അത് എഴുതുന്നില്ല. ശരി, അപ്പോൾ A11 എന്തായിരിക്കും? നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ, വളരെ എളുപ്പത്തിൽ കിട്ടൂലേ. എന്തായിരിക്കും? മുഴുവനായിട്ട് ചെയ്യുന്നില്ല, പറയാം. 1 + 1 ദ ഹോൾ സ്ക്വയർ 2. 1 + 1 2. 2 സ്ക്വയർ എന്താ? 4. 4/2 എന്ത് വരും? സിംപ്ലി ആൻസർ 2. ശരി, ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A12 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. A12 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 1 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. എന്താ 1 + 2 എന്താ? 3. 3 സ്ക്വയർ എന്താ? 9. 9/2 അത്രയല്ലേ ഉള്ളൂ. 9/2 ഇനി 4/5 ആക്കിയതിൻ്റെ ഇതൊന്നും ഫോമിലൊന്നും എഴുതണ്ട, 9/2 എന്ന് തന്നെ ഇട്ടാൽ മതി. A13 എന്താ? ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ബൈ 2. ഇതിനകത്ത് 1 കൊടുത്തു, 3 കൊടുത്തു. 1 + 3 എന്താ? 4. 4 സ്ക്വയർ എന്താ? 16. 16/2. 16/2 നമുക്കറിയാലോ, 8. ഞാനിത് ചെയ്ത് കാണിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ +2 പിള്ളേരല്ലേ, നിങ്ങൾക്ക് അതിൻ്റെ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? A21 എന്ന് വെച്ചാൽ 2 + 1 സ്ക്വയർ ബൈ 2. 2 + 1 3. 3 സ്ക്വയർ 9. 9/2. സംശയം ഉണ്ടെങ്കിൽ നോട്ട് ബുക്ക് ചെയ്തെടുത്തോ. അത് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊന്നുമില്ല, +2 പഠിക്കുന്ന പിള്ളേരാണ്. അതുകൊണ്ട് ആൻസർ ഷീറ്റിൽ ഇതൊന്നും ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല, മാത്രം ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ A22 എന്ത് വരും? 2 + 2 ദ ഹോൾ സ്ക്വയർ ബൈ 2. അത് 16/2 8. ശരിയല്ലേ? 2 + 2 4. 4 സ്ക്വയർ 16. 16/2 8. A23 എന്ന് പറയുന്നത് 2 + 3 എന്തായിരിക്കും? 2 + 3 5. 5 സ്ക്വയർ എന്ത്? 25. 25/2 അങ്ങനെ എഴുതിയാൽ മതി. 12.5 എന്നൊന്നും എഴുതണ്ട, ഇത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ആ മെട്രിക്സ് ഏത് രൂപത്തിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് നമുക്ക് എടുത്തെഴുതിയാൽ പോരെ. A = ഇങ്ങനെ എഴുതുക. എന്തായിരിക്കും? A11 2. A12 9/2 ഇത്ര എഴുതണം. A13 8. A21 9/2. A22 8. A23 25/2 അല്ലേ? അപ്പോഴത്തേക്കും ഒരു മെട്രിക്സ് ഫോമായില്ലേ? അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഒരു മെട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ അത്? ഇനി നമുക്ക് മോഡുലസ് വെച്ചൊരു പ്രോബ്ലം ചെയ്താൽ, ഈ മോഡുലസിൻ്റെ പ്രത്യേകത എന്താ? മോഡുലസ് ഇട്ട് തന്നു കഴിഞ്ഞാൽ, ഈ മോഡുലസ് ഇട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. മോഡുലസ് ഇട്ട് -1 വന്നാലും -8 വന്നാലും മൈനസ് വെച്ചാൽ എന്ത് വന്നാലും അത് പ്ലസ് ആയിട്ടേ എടുക്കുള്ളൂ അല്ലേ? +1 വന്നാലും +7 വന്നാലും ഓൾറെഡി ഓക്കെയാണ്, അത് തന്നെയാണ്. ശരി, ഓക്കെ. പക്ഷേ മൈനസ് വന്നാൽ മോഡുലസ് ഓഫ് -1 അത് നമ്മൾ എടുക്കുന്നത് പ്ലസ് ആയിട്ട് എടുക്കുള്ളൂ. മോഡുലസ് ഓഫ് -1 ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1. -8 -100 1,00,000 വന്നാൽ പോലും പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കത്തുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. മോഡുലസ് വെച്ചിട്ടൊരു പ്രോബ്ലം അങ്ങോട്ട് ചെയ്ത് കളയാം. 2i - j എന്നുള്ള രീതിയിൽ ഒരെണ്ണം ചെയ്യാം. 2/3 2y - മോഡുലസ് ചെയ്യാം. A11 2/3 മെട്രിക്സ് ഇനി എന്താണെന്ന് ഞാൻ എടുത്തെഴുതുന്നില്ല, അത് നേരത്തെ തന്നെ ഞാൻ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കട്ടെ. A11 എന്തായിരിക്കും? ഒരു മോഡുലസ് ഇട്ട് കൊടുക്കുക. 2i - A1 2 × 1 2 - 1 എന്ത് വരും? 2 തന്നെ വരും. അത് +2 ആയിട്ട് എടുക്കുക. A12 2 - 2 എന്ത് വരും? 0 ആയിട്ട് വരും. പിന്നെ A13 2
2 ഇൻറ്റു 1 2 മൈനസ് 3 എന്താണ് 2 മൈനസ് 3 എന്താ -1 വന്നില്ലേ 2 മൈനസ് 3 -1 അതെന്തായിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു 1 ആയിട്ട് എടുക്കും പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A21 കണ്ടുപിടിച്ചേക്കാം. 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 4 4 മൈനസ് 1 എന്തായിരിക്കും 4 മൈനസ് 1 3 A22 ഇസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു 2 4 4 മൈനസ് 2 4 മൈനസ് 2 2 A23 എന്ത് വരും 2 ഇൻറ്റു 2 എന്ത് വരും 4 4 മൈനസ് 3 1. അപ്പോൾ ഒരു ഇത് മാത്രമേ നമുക്ക് മൈനസ് മോഡുലസ് എടുത്തപ്പോൾ -1 അത് നമ്മൾ പ്ലസ് ആക്കി എടുത്തു, ബാക്കിയുള്ള എല്ലാം പ്ലസ് തന്നെ കിട്ടി. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എടുത്തെഴുതുമ്പോൾ എങ്ങനെ വരും A11 2 മെട്രിക്സ് മറക്കരുത് 2 0 1 3 2 1. ഇപ്പോൾ ഒരു മെട്രിക്സ് ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു ഇത് മാർക്ക് ചെയ്തേക്കുക. ഞാൻ നേരത്തെ ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞായിരുന്നു. ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 2/3 മെട്രിക്സ് ഒരു ഓർഡറാണ്. 2/4 4/4 3/3 അങ്ങനെയെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ ഓർഡർ നമുക്കൊരു കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു 2 4 6 8 ഇതെന്തോ എന്ത് മെട്രിക്സാണ് 2/2 മെട്രിക്സ് എത്രയായിട്ട് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ M/N എന്ന് എഴുതാം. M/N ഇൻറ്റു എന്ന് വായിക്കണ്ട, ഇപ്പോൾ M/N എന്ന് വായിച്ചാൽ മതി. 2/2 മെട്രിക്സ് അതായത് 2 റോ ഉണ്ട് 2 കോളം ഉണ്ട്. ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എണ്ണി നോക്കിയാൽ 1 2 3 4 എലമെൻറ്റ്സ് ഉണ്ട്. ശരി, നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് MN 2/2 മെട്രിക്സ് ആണെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ MN 2 ഇൻറ്റു 4 4. ഇനി നമ്മളോട് പറയുന്നതാണ് 4/3 മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇങ്ങനെ ഒന്നും തന്നിട്ടില്ല. 4/3 ഒരു മെട്രിക്സിൽ 4/3 ഓർഡർ മെട്രിക്സ് ആണ്. അതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനകത്ത് എത്ര എലമെൻറ്റ്സ് എന്നാണ് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു. നമ്മൾ വെറുതെ ഗുണിച്ചിട്ടാൽ മതി. 4 ഇൻറ്റു 3 12 എലമെൻറ്റ്സ് ഉണ്ടാവും. സിമ്പിൾ ആൻസർ. പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഒരു എലമെൻറ്റ്സ് തന്നു. The elements of a matrix are 12. Then what is its order? അതായത് 12 എലമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഓർഡർ എത്ര ഉണ്ടെന്ന് അറിയണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ നോക്കുക. ഈ 12 കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 1 12. അപ്പം 12 കിട്ടിയില്ലേ? ഇനി എന്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? 2 6 മൾട്ടിപ്ലൈ ചെയ്താൽ 12 എലമെൻറ്റ് കിട്ടും. 4 3 മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. 3 4 മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. പിന്നെന്ത് കിട്ടും? 6 തിരിച്ചിടുക. 6 2 12 കിട്ടും. തിരിച്ചിടുക. അതായത് 1ഉം 12ഉം കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. ഈ 12ഉം 1ഉം കൊണ്ട് ഗുണിച്ചാൽ 12. ഇത് രണ്ടും 2ആണ്. ഒന്നുപോലെയല്ലെന്ന് തോന്നരുത്. കാരണം 1 റോ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് റോ ആയിട്ട് എടുത്തു. M/N മെട്രിക്സ് ആണ്. ഇത് റോ M എന്ന് പറയുന്നത് റോ, N എന്ന് പറയുന്നത് കോളം. ഇത് റോ ഇത് കോളം, ഇത് റോ ഇത് കോളം. ഇതിനകത്ത് ഒരു റോ 12 കോളം, ഇതിനകത്ത് 12 റോ ഒരു കോളം. ഇത് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി നോക്കേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 2 12, 2 ഇൻറ്റു 6 12, അത് നേരെ തിരിച്ചിടുക. 6 ഇൻറ്റു 2 12, 4 ഇൻറ്റു 3 12, അത് നേരെ തിരിച്ചിടുക. 3 ഇൻറ്റു 4 12, ഇതിനെ തിരിച്ചിടുക 12. അങ്ങനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എത്ര ഓർഡർ ഉണ്ടാവും? 1 എണ്ണി വെക്കുക. അങ്ങനെ എഴുതിയിട്ട് എണ്ണി വെക്കുക. 1 2 3 4 5 6. ഓർഡർ എന്താ? ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക 6. അതോടുകൂടി സിമ്പിളായിട്ട് ആൻസർ കിട്ടി. അപ്പോൾ 24 ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്ത് 24 എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കുക. അത് ചെയ്യണം. പിന്നെ 15 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓർഡർ എന്താണെന്ന് ചോദിക്കുക, അത് ചെയ്യണം. ഇത് പറഞ്ഞ ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, 2 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. 14ൻ്റെയും 15ൻ്റെയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞെന്താ പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാൻ അല്ലേ പറഞ്ഞത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ഉദാഹരണത്തിന് 13 എടുക്കാം, 11 എടുക്കാം, 17 എടുക്കാം. ഈ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ, 1 കൊണ്ടും 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് 13 എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, പിന്നെ 13 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 കിട്ടും, 13 തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഈ 11ൻ്റെ സ്ഥിതി അത് തന്നെയല്ലേ, 17ൻ്റെ സ്ഥിതി അത് തന്നെയല്ലേ. ഇതിനാണ് പ്രൈം നമ്പേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ ഏതൊക്കെ രീതി ചെയ്യാൻ പറ്റും, 1 × 3 13 കിട്ടി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, 13 × 1. അപ്പോൾ 13 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ രണ്ട് രീതിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് എത്ര റോ ഓർഡർ എത്ര, ഇതൊരു 2x2 മെട്രിക്സ് ഓർഡർ എത്ര, 2x2 ഓർഡർ 2 ആണത്, ശരിയല്ലേ. 2 രീതിക്കേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ 2. ഈ 11ൻ്റെ സ്ഥിതി അതുപോലെ തന്നെയാണ്, 17ൻ്റെ സ്ഥിതി അതുപോലെ തന്നെയാണ്. പ്രൈം നമ്പേഴ്സ് എന്ത് വന്നാലും പിന്നെ ചെയ്തൊന്നും നോക്കണ്ട, തട്ടിവിട്ടേക്കുക. 2 ഓർഡർ 2 ആണെന്ന്, ഓർഡർ ഓഫ് എ 2 ആണെന്ന് അങ്ങോട്ട് എഴുതിയേക്കുക. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചല്ലോ. നമ്മളൊരു കാര്യം ജനറൽ ഫോം ഓഫ് M/N മെട്രിക്സ് എന്താണ് എന്നുള്ളത് ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ജനറൽ ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്, അതെന്തായിരിക്കും എന്നുള്ളത്, M/N മെട്രിക്സിൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ജനറൽ ഫോം ഓഫ് M/N മെട്രിക്സ് അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ഒരു മെട്രിക്സ് ഇടുമ്പോൾ എന്തായിരിക്കും, M/N ആണ് മെട്രിക്സ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ, തേർഡ് കോളം, അങ്ങനെ പോയി 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 ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എമ്മിനെ നമ്മൾ റോ ആയിട്ട് കൊടുക്കും, എന്നിനെ കോളം ആയിട്ട് എടുക്കും അല്ലേ. ഇങ്ങനെ പോയി 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 ഇത് എവിടം വരെ പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് റോ തന്നെ ആയിരിക്കും ഇത് അല്ലേ, ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല. അത് A1 എവിടം വരെ പോകും, കോളം എന്താണ്, കോളം നമ്മളെ എന്തായിട്ടാണ് എടുക്കുന്നത്, എന്നായിട്ട് 1n വരെ പോകില്ലേ. പിന്നെ സെക്കൻഡ് എന്തായിരിക്കും, 1 A2 2 A2 3 എവിടം വരെ പോകും, 2n. A31 A32 A33 A3n വരെ. ഇങ്ങനെ പോയി 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 താട്ട് പോയണമെങ്കിൽ ഇതിങ്ങനെ പോയാണ്. ഇത് എവിടം വരെ പോകുന്നത്, M എന്നുള്ള റോയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടത്. M ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കോളം എന്താണ്, ഓൾറെഡി 1 തന്നെ ആയിരിക്കും ഇതിനകത്ത്. 1 റോ എവിടം വരെ പോകും, കോളം ഇങ്ങനെ പോകുന്നു, അപ്പോൾ 1n എന്ന് വരും. ഇതിവിടെ വന്ന് ഫസ്റ്റ് കോളം തന്നെയല്ലേ ഇത്, ഫസ്റ്റ് കോളത്തിൻ്റെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് കോളം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതായിട്ട്. ഫസ്റ്റ് കോളത്തിന് റോ എന്താണ്, n എന്താണ്, റോ. M എന്ന് വെച്ചാൽ റോ, n എന്ന് വെച്ചാൽ കോളം. റോ എവിടം വരെ പോകുന്നത്, M വരെ പോകും. ഫസ്റ്റ് കോളം തന്നെയല്ലേ ഇത്, അങ്ങനെ പോകും. അതിങ്ങനെ പോയി AM2 AM3 പോയി പോയി പോയി. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് റോയും എവിടെ ചെന്ന് അവസാനിക്കും, AMN അവസാനിക്കും. ഇതാണ് M/N മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ശരി, ഇത് നമുക്കൊരു I+A നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. AIJ എന്ന് പറയുന്നത് എയിൽ I ആയിട്ട് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം, റോയുടെ ഇത് ഓർഡർ, J എന്താ, കോളത്തിൻ്റെ. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുക AIJ, അത് ചിലപ്പോൾ ഫോർത്ത് റോ തേർഡ് കോളം ആയിരിക്കും, A43 ആയിരിക്കും, A34 ആയിരിക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ എടുക്കുക. ജനറൽ ഫോം എഴുതാൻ പറയുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് ജനറൽ ഫോം. അപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് AIJ M
ബൈ എൻ. ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടണം. അപ്പം അതിൻ്റെ ഐഡിയ കിട്ടിയല്ല. ഇപ്പോൾ എ ഇസിക്കൽ ടു എം ബൈ എൻ. ജനറൽ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യണമെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് ഇത് എഴുതുക. അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ജനറൽ ഫോം എന്ന് വെച്ചാൽ എ ബൈ ജെ ഇസിക്കൽ ടു എം ബൈ എൻ മെട്രിക്സ്. അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. ജനറൽ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, ഓർഡർ പഠിച്ചു, കൺസ്ട്രക്ഷൻ പഠിച്ചു, ജനറൽ ഫോം പഠിച്ചു, എല്ലാം പഠിച്ചു. അപ്പോൾ നമുക്കിനി കുറച്ചൊരു പ്രോബ്ലം ചെയ്താൽ ആദ്യം തന്നെ അഡീഷൻ ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്യാം, അതിന് ശേഷം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വളരെ സിമ്പിളല്ലേ. ഇപ്പം ഞാൻ പറയുന്നത് ഒരു മെട്രിക്സ് എ 1 2 2 3, മറ്റേ മെട്രിക്സ് ബി ആണ് ബി 1 2 3 4 5 6. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് 2/2 മെട്രിക്സാണ്. ഇത് 2/3 മെട്രിക്സാണ്. ഈ 1 കൂടി കൂട്ടി 2 കൂടി കൂട്ടി. പക്ഷേ നമുക്ക് ഇവിടെ കൂട്ടാൻ ആളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ 2/2 മെട്രിക്സ് 2/2 മെട്രിക്സ് ആണെങ്കിലും 3/3 മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഓർഡർ ശരിയായിരിക്കണം. 4/4 അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ സബ്ട്രാക്ഷനും അഡീഷനും ആ രീതിയിൽ ഇങ്ങനത്തെ ഓർഡർ സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിവിഷൻ എന്നുള്ള പരിപാടി മെട്രിക്സിൽ ഇല്ല. നമുക്ക് ഒരു മെട്രിക്സ് എ 1 2, ബി എന്താ ഒരു -5 6 8 14, എയും കിട്ടി ബിയും കിട്ടി. ഫൈൻഡ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സിമ്പിളല്ലേ ഇത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ മാർക്ക്, അത്രേ ഉള്ളൂ. എ പ്ലസ് ബി എന്ന് പറയുന്നത് എ എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്. ഇത് സെക്കൻഡിലെ ഇത് രണ്ടും കൂടി കൂട്ടുക, ഇതും കൂട്ടുക, ഇത് കൂട്ടുക, ഇത് കൂട്ടുക, അത്രേ ഉള്ളൂ. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. 1 പ്ലസ് ഇവിടെ എന്താ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്. ഈ സ്ഥാനത്ത് ഇതിൻ്റെ അതേ സ്ഥാനത്ത് കിടക്കണ എന്താ? -5 ഇങ്ങനെ എഴുതുക. 2 നിങ്ങൾ തന്നെ പറയും എന്താണെന്നുള്ളത്. 2 + 6. ഇനി പറ ഇത് എന്ത് ചെയ്യണം? 2 + 8 അല്ലേ? പിന്നെന്ത് നിങ്ങൾ തന്നെ പറ? 3 + 14 ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടി. എന്തായിരിക്കും? എ പ്ലസ് ബി. ഇതിലെല്ലാം സ്റ്റെപ്പ് എടുത്തെഴുതണം. എ പ്ലസ് ബി എന്താണെന്നത് വെറുതെ അങ്ങോട്ട് കൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മനക്കണക്ക് വെച്ച് എഴുതണ്ട. ഇത് എഴുതി ചെയ്തോ. സ്റ്റെപ്പിന് മാർക്കുണ്ട്. എ പ്ലസ് ബി എന്ന് വെച്ചാൽ 1 + 5 -4 അതറിയാമല്ലോ. 2 + 6 8, 2 + 8 10, 3 + 14 17 കിട്ടി. എ പ്ലസ് ബി കിട്ടി. ഇനി ഇത് മൈനസ് സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത്? ഇപ്പം അഡീഷൻ പഠിച്ചു. ശരി, അഡീഷൻ്റെ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു സബ്ട്രാക്ഷൻ ഇതിൽ ചെയ്ത് നോക്കാം. എ പ്ലസ് ബി എന്നുള്ള മാറ്റിയിട്ട് എ മൈനസ് ബി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ചെയ്യും. പറയൂ. കുറച്ചാൽ പോരെ? നേരത്തെ പോലെ തന്നെ ചെയ്താൽ മതി. അത് അഡീഷൻ എന്നുള്ളത് മാറ്റുക, അത് സബ്ട്രാക്ഷൻ ആക്കുക. ശരി. അപ്പോൾ എന്തോരും? 1 - -5 ശരിയല്ലേ? 2 - 6, പിന്നെ 2 - 8, 3 - 14. ശരി. ഇതെല്ലാം ഇതറിയാം. 1 - -5 എന്താണെന്ന് അറിയാമല്ലോ. അത് +2 പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. 1 - -5 വരുമ്പോൾ 1 + 5 ആവില്ലേ? 1 + 5 ആവുമ്പോൾ 6. 2 - 6 എന്ത് വരും? അതും അറിയാം. -4. 2 - 8 -6. 3 - 40 -11. ഇത്രയല്ലേ ഉള്ളൂ. കിട്ടിയില്ലേ? എ മൈനസ് ബി കണ്ടുപിടിച്ച് എ പ്ലസ് ബി കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം വേറൊരു രീതിക്ക് ചെയ്തു നോക്കാം. സോൾവ് എക്സ് പ്ലസ്
എസ് പ്ലസ് 1 3 minus 1 2 is equal to 4 minus 1 6 2. ഇതിനകത്ത് ഇതൊരു 2x2 മെട്രിക്സ് ആണ്, ശരിയാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എസ് പ്ലസ് 1 3 മൈനസ് 1 2 4 മൈനസ് 1 6 2. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്കറിയാം ഇതൊരു 2x2 മെട്രിക്സ്. ഇതിന് 2 റോ ഉണ്ട് 2 കോളുണ്ട്. ഇത് 2 റോ ഉണ്ട് 2 കോളാണ്. അങ്ങനെയുള്ള കാര്യം മാത്രമല്ലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ, അഡീഷനും സബ്ട്രാക്ഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്നല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് സിമ്പിൾ. എച്ച് സെപ്പറേറ്റ് ആക്കി നിർത്തി നമ്മൾ ഇവനെ അങ്ങോട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തൊരു മൈനസ് ആയി മാറില്ലേ. 4 മൈനസ് 1 6 2 മൈനസ് 1 3 മൈനസ് 1 2. ഇപ്പം കിട്ടിയില്ലേ. സോ എസ് പ്ലസ് 1 3 മൈനസ് 1 2 4 മൈനസ് 1 6 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കണം. അതിനകത്ത് എച്ചിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇത് 2x2 മെട്രിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. എച്ചിനെ സെപ്പറേറ്റ് നിർത്തി, ഇവൻ ഇവിടെ തന്നെ നിർത്തി, ഇവൻ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മൈനസായി, ശരിയല്ലേ. ഇനി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എച്ചിൻ്റെ വാല്യൂ കിട്ടൂലേ. എന്താണ് ചെയ്യേണ്ടത്. 4 മൈനസ് 1 മൈനസ് 1 മൈനസ് 3 6 മൈനസ് 1 2 മൈനസ് 2, ശരിയല്ലേ. 4 മൈനസ് 1 മൈനസ് 1 മൈനസ് 3 6 മൈനസ് 1 2 മൈനസ് 2. ശരി, ഇനി എടുത്തിടുമ്പോൾ എന്ത് വരും. എച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 3. സിമ്പിൾ. മൈനസ് 1 മൈനസ് 3 എന്താ, അതൊന്നും നിങ്ങൾക്കറിയാം. മൈനസ് 4 6 മൈനസ് 1 6 പ്ലസ് 1 ആവൂലേ, അത് 7 2 മൈനസ് 2 0. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി. സിമ്പിൾ ആൻസർ കിട്ടിയില്ലേ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാമോ. ഇഫ് എ 1 minus 3 0 2 find 3a and minus 2a. Find 3a and minus 2a. എന്താണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എ എന്ന് പറഞ്ഞാൽ 2x2 മെട്രിക്സ്, അത് നോക്കണ്ട. ഫൈൻഡ് 3a and minus 2a എന്ന് പറഞ്ഞിട്ടുണ്ട്. 3a എന്ന് പറയുന്നത് 3a എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഇൻറ്റു എ ആണ്. അപ്പോൾ 3a എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതുക. 3a ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ വേണ്ട 3നെ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 എന്താ 3 ഇൻറ്റു 1 മൈനസ് 3 0 2. അപ്പോൾ 3a ഈസ് ഈക്വൽ ടു എന്താ. ഇനി നമ്മളിത് 3 ഇൻറ്റു 1 3 ഇൻറ്റു മൈനസ് 3 3 ഇൻറ്റു 0 3 ഇൻറ്റു 2 എഴുതാൻ വേണമെങ്കിൽ. പക്ഷേ എഴുതണമെന്ന് ഇപ്പം ഞാൻ എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ എഴുതണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 3 ഇൻറ്റു 1 3 3 ഇൻറ്റു 3 മൈനസ് 9. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾ ഗുണിച്ച് ചെയ്തോ, കുഴപ്പമില്ല. 3 ഇൻറ്റു 0 0 3 ഇൻറ്റു 2 6. കിട്ടിയില്ലേ. ഇപ്പോൾ 3a എന്താണെന്ന് കിട്ടി. അപ്പം ഇനി എന്താ കിട്ടേണ്ടത്. മൈനസ് 2. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇപ്പോൾ ഇവർ പറഞ്ഞേക്കണം. നമ്മൾ എഴുതി 1 മൈനസ് 3 ശരിയല്ലേ. മൈനസ് 3 0 2 മൈനസ്, പ്രത്യേകം ശ്രദ്ധിക്കണം മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 2 ഇൻറ്റു 1 എന്താ നമുക്കറിയാം. മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് 3 എന്ന് വെച്ചാൽ പ്ലസ് 6 ആണ്. മൈനസ് ഒന്നുമില്ല, പ്ലസ് 6. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 3 6 മൈനസ് 2 ഇൻറ്റു 0 0 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. മൈനസ് 2 ഇൻറ്റു 2 നമുക്കറിയാം മൈനസ് ഇൻറ്റു പ്ലസ് ആണ്, അത് മൈനസ് അല്ലേ. മൈനസ് 2 ഇൻറ്റു 2 4. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടി. 3aയും കിട്ടി മൈനസ് 2aയും കിട്ടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ചെയ്യാം. അതിൻ്റെ ബാക്കി ഞാൻ പഠിപ്പിക്കാം. തൽക്കാലം ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.